ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഒരേ സമയം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു, മറുവശത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിനെയും പുകഴ്ത്തുന്നു. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കൽ മാത്രമോ തരൂരിന്റെ ലക്ഷ്യം? കൃഷ്ണരാജ്, കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന അതിദയനീയമായ രാഷ്ട്രീയ ചിത്രമാണ് ഇവിടെ വരച്ചത്. നേരത്തെ G20 എന്ന പേരിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസുമായി വിട പറയുകയോ കോൺഗ്രസിൽ നിശബ്ദരാക്കപ്പെടുകയോ സൈലൈൻ ചെയ്യപ്പെടുകയോ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനകത്ത് കുറച്ചു കാലമായി ആരംഭിച്ചതാണ്. നോക്കൂ, ഹേമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം ഒരിക്കൽ കൃത്യമായിട്ട് പറഞ്ഞു, ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. അവസാനം സഹികെട്ട ഒരു ദിവസം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തുപട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അത് ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഈ തരത്തിൽ ശ്രദ്ധിച്ചില്ല. ശശി തരൂരോട് നമുക്ക് യോജിക്കാം. പക്ഷേ ശശി തരൂര് വെളിപ്പെടുത്തുന്ന ചില വസ്തുതകളുണ്ട്. കോൺഗ്രസിനകത്ത് അദ്ദേഹം തുടങ്ങി വെച്ച ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് അവഗണിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ് അദ്ദേഹം. ദേശീയ അധ്യക്ഷനാകാൻ മത്സരിച്ച് തോറ്റ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ കോൺഗ്രസ് അംഗീകരിച്ചു. പക്ഷേ കേരളത്തിൽ അദ്ദേഹം വട്ടപൂജ്യമാണ്. കേരളത്തിലെ KPCC ഓഫീസിൽ ഒരു മുറിക്ക് വേണ്ടി അദ്ദേഹം കെഞ്ചിയപ്പെടുന്നു. അത് കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഒഴിവന്ന മുറി മറ്റൊരു വനിതാ നേതാവിന് നൽകുകയുണ്ടായത്. കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവേദികളൊന്നും അദ്ദേഹം അടുപ്പിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ സതീശ് എന്റെ ചെപ്പക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് ഒരു വാർത്താതാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ജൽപ്പനങ്ങളെ, കഴിവുകേടുകളെ അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിക്ക് ഒന്ന് കൊടുത്തിട്ട് അദ്ദേഹം ഒരു താരമാവുക എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം അനുവർത്തിക്കുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതകളോട് നമുക്ക് വിയോജിക്കാം. വസ്തുത കൃത്യമായ വിയോജിപ്പും. ഒരുപക്ഷെ ഇടതുപക്ഷം പലപ്പോഴും പറയുന്ന മാതിരി, മറ്റ് അവരുടെ മാധ്യമങ്ങളിൽ പറയുന്ന മാതിരി ഒന്നുമല്ല വസ്തുതകളുടെ കിടപ്പ്. നോക്കൂ, അവരിപ്പോ ആകെ ചൂണ്ടിക്കാണിക്കുന്ന കൃഷ്ണരാജ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിൽ അവർ ഒന്നാമതായി എന്നുള്ളത് പച്ചക്കള്ളമാണ് എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയും. കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാണ്? ഏകജാലക സംവിധാനം, യൂട്ടിലിറ്റി അനുമതികൾ നൽകുന്ന കാര്യത്തില്, റവന്യൂ സർട്ടിഫിക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തില്, ഗതാഗത സൗകര്യങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സേവനങ്ങളും നികുതി സംവിധാനത്തിലെ കാര്യക്ഷമതയുടെ കാര്യത്തില് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുണ്ടാക്കിയ പരിവർത്തനം ഒന്നും കേരളം അനുവദിച്ചിരുന്നില്ല. കേരളം നൂറ്റാണ്ടുകൾക്ക് പുറകിലായിരുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ, ഈ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയപ്പോൾ കേരളം മുന്നോട്ട് പോയില്ല. അപ്പൊ എന്ത് ചെയ്തു? കേരളം ഈ അടുത്ത സമയത്ത് അവിടെ ചില പരിവർത്തനം വരുത്തി. ആ കാര്യത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റം വരുത്തിയത്, അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കേരളം ഒരു ചെറിയ മാറ്റം വരുത്തി അവർ മുന്നോട്ട് പോയി. ഇനി ഇവരുടെ വാദത്തിന്റെ മുനി പിടിക്കാൻ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാം. ജനുവരി മാസം 23-ാം തീയതി, ഈ ജനുവരി മാസം 23-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, ദേശീയ ഭരണകൂടത്തിന്റെ പ്രതിനിധികളൊക്കെ ദാവോസിൽ ചേർന്നു. കേരളത്തിലെ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 10 കോടി രൂപയായിരുന്നു വകയിരുത്തിയത്. കേരളത്തിലെ വ്യവസായ മന്ത്രി രാജീവനും KSIDCയുടെ ചെയർമാനും, പിന്നെ അതുകൂടാതെ നമ്മുടെ ജയത്തിലൊക്കെ വളർന്നത് വലിയ വമ്പൻ ടീം, കാരണം 10 കോടി ഉണ്ടല്ലോ, അവർ ദാവോസിൽ പോയി. ദാവോസിൽ പോയ വാർത്ത അദ്ദേഹം ഒരു ദേശീയ പത്രത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്തത് നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? നോക്കൂ, ദാവോസിൽ പോയ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും പോയിരുന്നു. ഞാൻ ആധികാരികമായിട്ട് ചൂണ്ടിക്കാണിക്കും. അവിടെ മഹാരാഷ്ട്ര പുതിയ AI സംവിധാനങ്ങളൊക്കെ വളരുകയാണ്. അദ്ദേഹം ഏതാണ്ട് 9,30,00,000 രൂപയുടെ വിദേശ നിക്ഷേപമാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. 9.3 ലക്ഷം കോടി രൂപ. എന്തിന് ഈ അടുത്ത രൂപം കൊണ്ട തെലുങ്കാന AI സാങ്കേതിക വിദ്യയിൽ 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ആ ഒറ്റ ഇനത്തിൽ മാത്രം അവർക്ക് നേടി. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈസ് ഓഫ് ഡൂയിങ്ങിന് മുന്നോട്ട് പോയി എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്, വിദൂര കാലത്തൊന്നും ഉള്ളതല്ലേ. 1 രൂപ കേരളത്തില്
ആ ഇനത്തിൽ വിദേശ നിക്ഷേപം ലഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ച മാതിരിയില് കേരളത്തിന്റെ വ്യാവസായിക ചിത്രം എന്താണ്? 16,000 തൊഴിലാളികൾ ജോലി ചെയ്ത കിറ്റക്സ് കേരളത്തിൽ നിന്ന് ഓടിപ്പോയി. ഈസ് ഓഫ് ഡൂയിങ്ങിൽ മികച്ച സംസ്ഥാനമാണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? 1000-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന, ഗുരുവായൂരിൽ പ്രവർത്തിച്ചിരുന്ന ഉജാല, ആ ഉജാല കമ്പനി കേരളത്തിൽ നിന്നും പോയി. 6,000 തൊഴിലാളികൾ പണിയെടുത്തിരുന്ന വി-ഗാർഡ് കേരളത്തിൽ നിന്ന് പോയി. പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസ്, എടത്തന വയർവർക്സ്, TCM, തോഷിബാനന്ദ്, ലിസ്റ്റ് ഞാൻ വായിക്കുന്നില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ കേരളം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ്ങിന് മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞ് എന്റെ വിനയപൂർവ്വമുള്ളൊരു ചോദ്യം. ഞാൻ എതിർക്കുന്നത്, ഞാൻ വിമർശിക്കുന്നത് എന്റെ മക്കളും ഞാനും ജീവിക്കുന്ന കേരളത്തെ കുറിച്ചാണ് എന്നതിൽ എനിക്ക് വേദനയുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിച്ച് മരിക്കേണ്ട മണ്ണാണിത്. കേരളം മികച്ചതാവണം. നമ്മുടെ കുട്ടികൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് വളരണം. അവരച്ഛനമ്മമാരെ ശ്രദ്ധിക്കണം. അവർ വിദേശത്തേക്ക് കടന്നു പോകുന്നതും കൊഴിഞ്ഞു പോകുന്നതും തടയണം. കേരളത്തിലേക്ക് തന്നെ ആ യുവരക്തവും അവരുടെ മസ്തിഷ്കവും കേരളത്തിൽ ഉപയോഗപ്പെടുത്തണം. അവരുടെ സാങ്കേതിക നൈപുണ്യം കേരളത്തിൽ ലഭിക്കണം. അതൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്ന ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു പച്ചക്കള്ളം കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് കൃഷ്ണരാജൻ. അതായത് ശശി തരൂരിന് എവിടുന്ന് കിട്ടി കണക്കെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന എവിടെ കുഴപ്പം ഉണ്ടായിട്ടുണ്ടാകണം. അദ്ദേഹം പറയുന്നത് 2,90,000 സംരംഭകർ കേരളത്തിൽ വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 140 നിയോജക മണ്ഡലമുള്ള കേരളത്തില് ഒരു നിയോജക മണ്ഡലത്തിൽ 2,000 പുതിയ സംരംഭകത്വങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകണം. 290 ഹരിക്കണം 1,40,140. അല്ല ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ഈ തരൂർ കള്ളം പറയുന്നത് ആണെന്ന് അങ്ങ് പറയുന്നു. എന്തിന് കള്ളം പറയുന്നു എന്നൊരു ചോദ്യമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, താൻ ഇപ്പോഴും സജീവമാണ്. ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ, ഞാൻ കുറെ കാലത്തിൽ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, ചില കുട്ടികൾ അങ്ങനെയാണ്. ക്ലാസ്സുകളിൽ അവർക്ക് മറ്റുള്ള റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വാല്യൂ, എന്നിട്ട് അവരൊരു ശ്രദ്ധയാകർഷിക്കേണ്ടി വരും. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, തരൂരിന്റെ മനസ്സിൽ ഇപ്പോ വളർന്നു, ഒരു പക്ഷേ ഇത് ഊഹമാവാം, കാരണം ശരിയാകണോ എന്നത് കാലമാണ് തെളിയിക്കേണ്ടത്. സമീപ കാലഘട്ടത്തിലെ കോൺഗ്രസിനകത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്വീകാര്യതയും മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഇന്ത്യയിലെ ജനത കോൺഗ്രസോട് അനുവർത്തിക്കുന്ന മനോഭാവവും ഒരുപക്ഷെ അദ്ദേഹത്തെ നിരാശനാക്കിയിട്ടുണ്ടാവാം. ഒരു വിശ്വപൗരൻ എന്ന നിലയ്ക്ക് അല്പം ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം നിരാശനായിട്ടുണ്ടാകണം. കാരണം ഹിമാചൽ പ്രദേശിലെ തോൽവി, മഹാരാഷ്ട്രയിലെ തോൽവി, ഡൽഹിയിലെ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന തോൽവി, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥ, ഏതാണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന പല ആളുകളും ആ തരത്തിൽ അതിന് സ്വീകാര്യമല്ലാത്ത അവസ്ഥ, ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ശക്തമായ പ്രതിപക്ഷം കൂടി ആവാൻ കഴിയാത്ത അവസ്ഥ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അസ്വസ്ഥതയുടെ ബഹിസ്ഫുരണമായിട്ടാണ് ഞാൻ ഈ വസ്തുതയെ കാണുന്നത്.